Hi friends, Assalamu alaikum. Once again welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ആവശ്യ സാധനങ്ങൾ: 2 വലിയ സവാള, 2 വലിയ തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ, വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, 500 ഗ്രാം ചിക്കൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് അത് വഴണ്ടി വരാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ എരിവിനായിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് കറി കുറച്ചും കൂടി സ്പൈസി ആവണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് അതൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് അലിയിച്ചെടുക്കുക. അലിഞ്ഞു വരുന്ന ബട്ടറിലേക്ക് 3/4 ടീസ്പൂൺ കസൂരി മെത്തി, 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകം, 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മുഗ്ലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലും റെസ്റ്റോറൻറ്റ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുഗ്ലായി ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബുൾസൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മുട്ട എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നിങ്ങളാരും ഇത് മിസ് ചെയ്യരുത്. തീർച്ചയായും ഉണ്ടാക്കി നോക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.